കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശകനായിരുന്നു പോറ്റിയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി മുഴുവൻ കട്ടളയും കഥ ഉൾപ്പെടെയുള്ളത് അടിച്ചുകൊണ്ടുപോയി. അതെവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ലോ പ്രശ്നം. തൊണ്ടി മുതൽ എവിടെ? ഈ സ്വർണം എവിടെ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ശരിയാണെന്ന് ഓരോ ദിവസം കഴിയും തോറും പുറത്തു വരികയാണ്. ഇത് അന്തർദേശീയ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള എൻ്റെ സംശയം ഇപ്പോഴും ബലപ്പെടുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഇപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അയൽവാസി പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഇവിടെ നിത്യസന്ദർശകനായിരുന്നു, എപ്പോഴും ഇവിടെ വരുമായിരുന്നു, പോറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല? അദ്ദേഹത്തെ എന്ത് നടപടികൾ സ്വീകരിക്കുന്നില്ല? അപ്പോൾ SITയുടെ മുകളിൽ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. SITയുടെ മുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. നമസ്കാരം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ഓരോ മുന്നണികളും അവരവരുടെ വോട്ടുകൾ ഉറപ്പിക്കുന്നതിൻ്റെ പരക്കം പാച്ചിലിലാണ്. സ്ഥാനാർത്ഥി നിർണയം ഇനിയും പൂർത്തിയായിട്ടില്ല എന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ ആരെയൊക്കെ നിർത്തണം എന്നുള്ള കാര്യത്തിലും തീരുമാനമായിട്ടില്ല എങ്കിലും വോട്ടുകൾ പരമാവധി ഉറപ്പിക്കുന്നതിനുള്ള നെട്ടോട്ടത്തിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും. ചെറുതും വലുതുമായ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് തങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ എവിടെ നിന്നെങ്കിലും അത്തരം വിഷയങ്ങളുടെ പേരിൽ 10 വോട്ട് കിട്ടുവാൻ ഇടയുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് പല നേതാക്കളും. ഓരോ MLA-മാരെയും ഓരോ MP-മാരെയും മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാനുമായി അതാത് പാർട്ടികൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളായി ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങൾ ഉയർക്കുന്നതും ചെളിവാരി എറിയുന്നതും കാണാൻ കഴിയുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ഇനിയും പറഞ്ഞു നിൽക്കാൻ യാതൊരു തരത്തിലുള്ള ന്യായീകരണങ്ങളുമില്ലാതെ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും വെട്ടിലാക്കിയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായത് 90% CPM-കാർ ആണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയെ വെട്ടിലാക്കുന്നത്. വെറും CPM അണികൾ മാത്രമായിരുന്നില്ല അവർ. CPM-ന്റെ MLA ഉണ്ട്, CPM-ന്റെ ദേവസ്വം പ്രസിഡന്റ് ഉണ്ടായിരുന്നു, CPM-ന്റെ ദേവസ്വം കമ്മീഷണർ ഉണ്ടായിരുന്നു. ഇങ്ങനെ CPM-ന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച സമുന്നതരായ നേതാക്കൾ തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായി ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് എന്നത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും വലിയ തലവേദനയാകുന്നു. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ CPM-നെ തോൽപ്പിച്ച ഒരു കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് എന്നുള്ളത് CPM തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്നാൽ CPM-നകത്ത് സമുന്നതരായ വ്യക്തികൾക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്നറിഞ്ഞിട്ടും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാൻ CPM ഇതുവരെ യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതും എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന നേതാക്കളെല്ലാം പിണറായി വിജയനെതിരെയും CPM-നെതിരെയും ആയുധമായി എടുത്തുപയോഗിക്കുന്നു. ഇതിനെ പ്രതിരോധിക്കുവാൻ CPM-ന്റെ കയ്യിൽ മറ്റായുധങ്ങളില്ല എന്നുള്ളതാണ്. പേരിന് അവർ പറയുന്നത് കുറ്റപത്രം സമർപ്പിക്കട്ടെ. കുറ്റപത്രം സമർപ്പിച്ച് കഴിയുമ്പോഴാണ് ഒരാൾ ഒരു കേസിൽ പ്രതിയാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയൂ. അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന CPM-കാർക്കെതിരെ കുറ്റപത്രം വരുന്ന മുറയ്ക്ക് അവരുടെ പേരിൽ CPM നടപടിയെടുക്കും എന്നുള്ള വളരെ ബാലിശമായ കാര്യങ്ങളാണ് CPM പറഞ്ഞൊഴിയുന്നത്. 2018-19 കാലഘട്ടത്തിൽ ശബരിമലയിൽ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടിളപ്പടിയും ഉമ്മറവാതിലും ശബരിമല ശ്രീകോവിലിന് ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയുമെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇളക്കി കൊടുക്കുന്നത് ശബരിമലയിൽ കമ്മീഷണറായിരുന്ന CPM നിയോഗിച്ച കമ്മീഷണറായിരുന്ന N വാസുവും CPM നിയോഗിച്ച ദേവസ്വം പ്രസിഡന്റായ A പത്മകുമാറും അതുപോലെ CPM-ന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പേഴ്സുമെല്ലാം ചേർന്ന് തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ, ചെമ്പുപാളികൾ എന്ന് മഹസറിൽ എഴുതി ചേർത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയക്കുന്നത്. എന്നാൽ പിന്നീട് ശബരിമലയിൽ പോറ്റി സ്വർണം പൂശി കൊണ്ടുവച്ചു എന്ന് പറയുന്ന പാളികൾ അത് വ്യാജമാണ് എന്ന് തന്നെ ഇപ്പോൾ തിരുവനന്തപുരം സ്പേസ് സെന്ററിൽ നടത്തിയ പരിശോധനയിൽ, VSSCയിൽ നടത്തിയ പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങൾ അന്താരാഷ്ട്ര വിഗ്രഹ മാഫിയകൾ പ്രവർത്തിക്കുന്ന
ചന്തകളിൽ വിറ്റ് കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നു. ഒരു വേള കോടതി തന്നെ ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കളുടേതിന് സമാനമായ ഒരു കൊള്ളയാണോ ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങൾ ആ തൊണ്ടി മുതൽ ഇപ്പോഴും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ കേസുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ അറസ്റ്റ് ചെയ്തു എന്നല്ലാതെ തൊണ്ടി മുതൽ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് യാതൊരു തരത്തിലുള്ള മറുപടിയുമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഈ തരുണത്തിലാണ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പും നാണം കെട്ട് നാറി നിൽക്കുന്ന കാഴ്ച കാണുന്നത്. 2018-19 കാലത്ത് ശബരിമലയിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന, അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ മന്ത്രിസഭയിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിരിക്കുന്ന 2 കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെട്ടിരുന്നത്. എന്നാൽ അത് കേവലം ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നു എന്നാണ് ഇതുവരെയും ജനം പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ കൃത്യമായി അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, പോറ്റിയുമായി എനിക്ക് ബന്ധമുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. എന്നാൽ ആദ്യ അവസരങ്ങളിലൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എനിക്ക് അറിയില്ല എന്ന് തന്നെയായിരുന്നു കടകംപള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വിശദീകരണം. ദേവസ്വം വകുപ്പ് മന്ത്രി ശബരിമലയിൽ എന്നല്ല മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് കൈകടത്താറില്ല. ഉത്സവം നടത്തിപ്പിച്ച് കൊടുക്കുന്ന ചടങ്ങ് മാത്രമാണ്, അല്ലെങ്കിൽ അത്തരം ഉത്തരവാദിത്വം മാത്രമാണ് ദേവസ്വം വകുപ്പിനുള്ളത്. ദേവസ്വം വകുപ്പ് മന്ത്രി അല്ലാതെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിലും ഇടപെടാറില്ല എന്ന് പറഞ്ഞു. പോറ്റിയെ എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ, പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് കൃത്യമായ ബന്ധങ്ങളുണ്ട് എന്ന് പോറ്റി തന്നെ SITക്ക് മൊഴി നൽകിയതിന്റെ പിറ്റേ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എനിക്ക് പോറ്റിയെ അറിയാം, 1-2 തവണ ഞാൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന്. കടകംപള്ളി സുരേന്ദ്രനെ പോറ്റിയുടെ വീട്ടിൽ വെച്ച് കണ്ട പോറ്റിയുടെ അയൽവക്കക്കാരും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുടെ വീട്ടിൽ പലതവണ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അവരും സാക്ഷ്യപ്പെടുത്തിയത്. ബംഗളൂരുവിൽ ഒരിക്കൽ എയർപോർട്ടിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രനെ ഒപ്പം നിൽക്കുന്നത് ഉള്ള ഒരു ഫോട്ടോ കാണിച്ചു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രതികരണമൊന്നും കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയില്ല. ഇവിടെയാണ് ചില കാര്യങ്ങൾ എടുത്തു പറയുന്നത്. രാഷ്ട്രീയ പ്രതിയോഗികൾ അത് കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രി പിണറായി വിജയനും എടുത്തുപയോഗിക്കുന്നത്. സോണിയാഗാന്ധി, അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നിൽക്കുന്ന ഒരു പടം ചൂണ്ടിക്കാണിച്ചിട്ടാണ് കോൺഗ്രസിനും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് CPMന്റെ സൈബർ സെല്ലുകൾ പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ പറയുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഞാൻ പലതവണ പോയിട്ടുണ്ട്. ബംഗളൂരുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് കടകംപള്ളി സുരേന്ദ്രൻ നിൽക്കുന്ന ഫോട്ടോ കാണിച്ചപ്പോൾ അതിന് CPMന്റെ സൈബർ വക്താക്കൾക്ക് യാതൊരു മറുപടിയുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒത്ത് ബംഗളൂരുവിൽ എന്തിനു പോയതാണ് എന്നുള്ള ചോദ്യത്തിന് കടകംപള്ളി സുരേന്ദ്രൻ മറുപടി പറഞ്ഞിട്ടില്ല. മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രൻ വിദേശയാത്രകൾ നടത്തുമ്പോൾ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോഴും നിലവിലുണ്ട്. അത് കടകംപള്ളി സുരേന്ദ്രൻ നിഷേധിച്ചിട്ടില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയും അത് നിഷേധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലാണ് കോൺഗ്രസിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. എവിടെയാണ് ശബരിമലയിലെ തൊണ്ടി മുതൽ എന്നാണ് രമേശ് ചെന്നിത്തല ചോദിക്കുന്നത്. കുറെ ആളുകളെ SIT ചോദ്യം ചെയ്തു, അറസ്റ്റ് ചെയ്തു. എന്നാൽ എവിടെയാണ് തൊണ്ടി മുതൽ എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇതാണ് താൻ ആദ്യമേ ഉന്നയിച്ചിരുന്നത്. തന്നോടൊരു വിദേശ വ്യവസായി സൂചിപ്പിച്ചിരുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ ആന്റിക് വാല്യൂ അനുസരിച്ച് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റുപോയിട്ടുണ്ട്. സഹസ്ര കോടികൾക്കാണ് അത് വിറ്റുപോയിരിക്കുന്നത് എന്നുള്ള അഭ്യൂഹം ആണയിട്ട് അല്ലെങ്കിൽ അടിവരയിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത് തന്നെയാണ് ഇപ്പോൾ കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നത്. തൊണ്ടി മുതൽ കണ്ടെത്താത്തത് അതുകൊണ്ട് തന്നെയാണ് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. കടകംപള്ളി സുരേന്ദ്രനുമായി പോറ്റിക്ക് ബന്ധമുണ്ട് എന്ന് കടകംപള്ളി തന്നെ സമ്മതിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ആരാണ് നേതൃത്വം നൽകിയത്, സ്വർണം മുഴുവൻ അടിച്ചു മാറ്റിയത് ആരാണ് എന്നുള്ളതെല്ലാം കൃത്യമായി വ്യക്തമായല്ലോ എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ടാണ് SIT ചോദ്യം ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാത്തത് എന്നുള്ള ചോദ്യമാണ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചത്. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനുള്ള ബന്ധത്തെക്കുറിച്ചും CPMന്റെ ബന്ധത്തെക്കുറിച്ചും പ്രസ്താവിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ അയൽവാസി പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഇവിടെ നിത്യസന്ദർശകനായിരുന്നു, എപ്പോഴും ഇവിടെ വരുമായിരുന്നു, പോറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല? അദ്ദേഹത്തിന് എന്ത് നടപടികൾ സ്വീകരിക്കുന്നില്ല? അപ്പോൾ SITയുടെ മുകളിൽ
ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. SITയുടെ മുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കാതെ തങ്ങളുടെ ആളുകളെ സംരക്ഷിക്കാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം എത്ര CPM നേതാക്കന്മാരാണ് ജയിലിലുള്ളത്? എത്ര പേരാണ് ജയിലിൽ കിടക്കുന്നത്? അപ്പോൾ ഇതിൽ നിന്ന് ഗവൺമെൻറ് ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യമെല്ലാം പുറത്തു വരും. ഇക്കാര്യത്തിലെ EDയുടെ ഒരു ഇടപെടൽ കൂടി വരുന്നു. അതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, ആരന്വേഷിച്ചാലും ഞങ്ങൾക്ക് സത്യം പറയണമെന്നേ ഉള്ളൂ. ആര് വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ. SIT അന്വേഷിക്കുന്നത് ഞങ്ങൾ എതിർത്തില്ലല്ലോ. ED അന്വേഷിക്കട്ടെ. പക്ഷെ നിഷ്പക്ഷമായിരിക്കണം. ED ഇടപെട്ട അവസാനം ഇത് കുളവാക്കുന്നതിനാണ് വരുന്നത്. കഴിഞ്ഞ കാലത്ത് ED അന്വേഷിച്ചതൊന്നും പുറത്തു വന്നിട്ടില്ല. ഇവിടെ സ്വർണ്ണ കള്ളക്കടത്ത് ആവിയായിപ്പോയി. മറ്റ് പല കേസുകളും ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരായിട്ടുള്ള പല കേസുകളും ആവിയായിപ്പോയി. അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയാണോ ED വന്നത് എന്നുള്ള സംശയം സ്വാഭാവികമായും ആളുകളുടെ മനസ്സിലുണ്ട്. കാരണം മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. ഏതായാലും യഥാർത്ഥ പ്രതികളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നേ മതിയാവും.